കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും കർണാടകയുടെയും ചരിത്രം ഒരുമിച്ചെഴുതപ്പെട്ട ഒരു നാടിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും ഊട്ടിയിലേക്കും മൈസൂറിലേക്കും പോകുന്ന വഴിയിൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും കടന്നു പോകുന്ന ഒരു പട്ടണം. പക്ഷേ ആ മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്നത് രാജാക്കന്മാരുടെയും റാണിമാരുടെയും യുദ്ധങ്ങളുടെയും തേയില സാമ്രാജ്യങ്ങളുടെയും കഥകളാണ്. ആ നാടിൻ്റെ പേരാണ് ഗൂഡല്ലൂർ. ഇന്ന് ഗൂഡല്ലൂർ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ ഭാഗമാണ്. പക്ഷേ ഒരു കാലത്ത് ഇത് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു. അതായത് ഇന്നത്തെ കേരളവുമായി അത്രത്തോളവും അടുത്ത് ബന്ധമുണ്ടായിരുന്ന പ്രദേശം. 1877 വരെ ഗൂഡല്ലൂർ വയനാടുമായി ബന്ധപ്പെട്ട മലബാർ ഭരണത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ഭരണ സൗകര്യത്തിനായി ഇതിനെ നീലഗിരി ജില്ലയിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഇന്നും ഇവിടെ മലയാളത്തിന്റെ സ്വാധീനം ശക്തമായി കാണുന്നത്. ഗൂഡല്ലൂർ എന്ന പേരിനും ഒരു കഥയുണ്ട്. കൂടുന്ന ഊര് അല്ലെങ്കിൽ റോഡുകൾ സംഗമിക്കുന്ന സ്ഥലം. മലപ്പുറം, കോഴിക്കോട്, ഊട്ടി, മൈസൂർ ഈ 4 പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കുള്ള വഴികൾ ഇവിടെ സംഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ഗൂഡല്ലൂർ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. പക്ഷെ ഗൂഡല്ലൂരിന്റെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത് നിലമ്പൂർ കോവിലകത്തിലൂടെയാണ്. ഇന്ന് കേരളത്തിലെ നിലമ്പൂർ രാജകുടുംബം എന്നറിയപ്പെടുന്ന കോവിലകത്തിന് ഒരു കാലത്ത് ഗൂഡല്ലൂർ മേഖലയിൽ 10,000 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ടായിരുന്നു. ഏകദേശം 80,000 ഏക്കറോളം വരുന്ന വനങ്ങളും മലനിരകളും കൃഷിഭൂമികളും അവരുടെ ജന്മസ്വത്തായിരുന്നു. ജന്മമെന്നത് സാധാരണ ഉടമസ്ഥാവകാശമല്ല, ഭൂമിയുടെ പരമാധികാരം. അതിനാൽ ഗൂഡല്ലൂരിന്റെ വലിയൊരു ഭാഗം നിലമ്പൂർ കോവിലകത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അക്കാലത്ത് ഈ പ്രദേശം മുഴുവൻ വനങ്ങളായിരുന്നു. ആനകളും കടുവകളും കാട്ടുപോത്തുകളും വിഹരിച്ചിരുന്ന കാടുകൾ. ഈ കാടുകളിൽ പണിയർ, കാട്ടുനായ്ക്കർ, കുറുമർ തുടങ്ങിയ ആദിവാസി സമൂഹങ്ങളും ജീവിച്ചിരുന്നു. അവരാണ് ഈ മണ്ണിന്റെ യഥാർത്ഥ ചരിത്ര സാക്ഷികൾ. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മൈസൂർ സാമ്രാജ്യത്തിന്റെ സ്വാധീനം ഈ മേഖലയിലും എത്തി. ഹൈദരലിയും പിന്നീട് ടിപ്പു സുൽത്താനും മലബാറും വയനാടും കീഴടക്കിയപ്പോൾ ഗൂഡല്ലൂർ പ്രദേശവും അവരുടെ ഭരണപരിധിയിൽ വന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങളുടെ നിഴൽ ഈ മലനിരകളിലും വീണിരുന്നു. എന്നാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവിടെയാണ് ഗൂഡല്ലൂരിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങുന്നത്. ബ്രിട്ടീഷുകാർ ഈ കാടുകളിൽ കണ്ടത് മരങ്ങളല്ല, പണമായിരുന്നു. 1840-കളിൽ ജനറൽ ജെയിംസ് ഔട്ടർലോണി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നിലമ്പൂർ കോവിലകത്തു നിന്നും 1000 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്തു. ആദ്യം കാപ്പി കൃഷി ആരംഭിച്ചു. പിന്നീട് അത് തേയിലയിലേക്ക് വഴിമാറി. ഇന്ന് ഗൂഡല്ലൂരും പന്തല്ലൂരിലും കാണുന്ന അനന്തമായ തേയിലത്തോട്ടങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെയാണ്. ഓവാലി എന്ന സ്ഥലനാമം പോലും ഔട്ടർലോണിയുടെ പേരിൽ നിന്നാണ് ഉണ്ടായതെന്ന് ചരിത്രം പറയുന്നു. തേയില വന്നതോടെ തൊഴിലാളികളും എത്തി. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും 1000 കുടുംബങ്ങൾ ഇവിടെ കുടിയേറി. അങ്ങനെ 3 ഭാഷകളും 3 സംസ്കാരങ്ങളും ഒത്തുചേർന്ന ഒരു സമൂഹം ഗൂഡല്ലൂരിൽ രൂപപ്പെട്ടു. ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രധാന കഥയാണ് നെല്ലിയാളം റാണിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇന്ന് അധികമാരും ഓർക്കാത്ത ഒരു രാജവംശത്തിന്റെ ഓർമ്മകൾ ഇന്നും നെല്ലിയാളം ഗ്രാമത്തിൽ നിലനിൽക്കുന്നു. ഒരു കാലത്ത് ഈ മേഖലയുടെ ഭരണ കേന്ദ്രമായിരുന്നു നെല്ലിയാളം കോട്ട. റാണി ബൊമ്മമ്മ അടക്കമുള്ള ഭരണാധികാരികളുടെ കഥകൾ ഇന്നും നാട്ടുകാരുടെ ഓർമ്മകളിലുണ്ട്. പക്ഷേ കാലം മാറി. മൈസൂർ ഭരണവും ടിപ്പുവിന്റെ യുദ്ധങ്ങളും ബ്രിട്ടീഷ് ഭരണവും എല്ലാം കഴിഞ്ഞപ്പോൾ കോട്ടയ്ക്ക് പ്രാധാന്യം നഷ്ടമായി. ഉപേക്ഷിക്കപ്പെട്ട കോട്ട പതിയെ തകർന്നടിഞ്ഞു. ഇന്ന് അവശിഷ്ടങ്ങൾ മാത്രമാണ് ആ പഴയ മഹത്വത്തിന്റെ സാക്ഷികളായി അവശേഷിക്കുന്നത്.
ഗൂഡല്ലൂരിന്റെ ചരിത്രത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്ത മറ്റൊരു പേരാണ് നമ്പലക്കോട്ടയിലെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം. തമിഴ്നാട്ടിന്റെ മണ്ണിലാണെങ്കിലും കേരളീയ ആചാരങ്ങളുടെ സ്വാധീനം ഇന്നും അവിടെ കാണാം. നൂറ്റാണ്ടുകളായി നിലമ്പൂർ കോവിലകവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. രാജാക്കന്മാർ ഈ പ്രദേശത്തെത്തുമ്പോൾ ആരാധന നടത്തിയിരുന്ന ദേവസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഗൂഡല്ലൂരിന്റെ ചരിത്രം പറയുമ്പോൾ വേട്ടയ്ക്കൊരുമകന്റെ പേരും ചേർത്ത് പറയേണ്ടി വരും. എന്നാൽ നിലമ്പൂർ കോവിലകത്തിന്റെ ഭൂമിയാധിപത്യവും എന്നേക്കുമായി നിലനിന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭൂനിയമങ്ങൾ മാറി. 1969 തമിഴ്നാട് സർക്കാർ ഗൂഡല്ലൂർ ജന്മം എസ്റ്റേറ്റ് അബോളിഷൻ നിയമം നടപ്പാക്കി. ഈ നിയമത്തോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജന്മി സമ്പ്രദായം അവസാനിച്ചു. നിലമ്പൂർ കോവിലകത്തിന്റെ വലിയൊരു ഭാഗം ഭൂമി സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. അങ്ങനെ രാജാക്കന്മാരുടെ ഭൂമിയാധിപത്യത്തിനും വിരാമമായി. ഇന്ന് ഗൂഡല്ലൂരിന്ന് കേൾക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഓർമ്മ വരുന്നത് മുതുമല കടുവ സങ്കേതവും മസിനഗുഡിയും നീഡിൽ റോക്ക് വ്യൂ പോയിന്റും ഊട്ടിയിലേക്കുള്ള മനോഹരമായ യാത്രയുമാണ്. പക്ഷേ ഈ മനോഹര കാഴ്ചകൾക്കപ്പുറം ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നത് കേരളത്തിന്റെ അവശേഷിപ്പുകളും മൈസൂർ സാമ്രാജ്യത്തിന്റെ ഓർമ്മകളും ടിപ്പു സുൽത്താന്റെ കാലഘട്ടവും ബ്രിട്ടീഷുകാരുടെ തേയില സാമ്രാജ്യവും നിലമ്പൂർ രാജാക്കന്മാരുടെ കഥകളും ആദിവാസി പൈതൃകവും ചേർന്ന ഒരു വലിയ ചരിത്രമാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഗൂഡല്ലൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വെറും ഒരു മലയോര പട്ടണമല്ലെന്ന് ഓർക്കുക. കേരളവും തമിഴ്നാടും കർണാടകയും ഒരേ മണ്ണിൽ ചരിത്രമെഴുതിയ അപൂർവ ഭൂമിയാണത്. കാടുകൾക്കുള്ളിൽ ഇന്നും പറയപ്പെടാത്ത ചരിത്രങ്ങളുണ്ട്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ മറഞ്ഞുപോയ രാജവംശങ്ങളുടെ ഓർമ്മകളുണ്ട്. തകർന്ന കോട്ടമതിലുകൾക്കിടയിൽ നഷ്ടപ്പെട്ടൊരു റാണിയുടെ കഥയുണ്ട്. 3 സംസ്ഥാനങ്ങളുടെ സംസ്കാരം ഇന്നും ശ്വസിക്കുന്നൊരു മണ്ണാണത്. കാഴ്ചകൾ മാത്രമല്ല, കഥകളും നിങ്ങളെ കാത്തിരിക്കുന്ന നാട് ഗൂഡല്ലൂർ. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും. ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും ഇനിയും മായാത്ത പല കഥകളും ഈ മണ്ണിൽ ബാക്കിയുണ്ട്. ആ കഥകളുമായി വീണ്ടും കാണാം. നമസ്കാരം.